തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. പാട്ടുകാരൻ പാടുന്നു, ദൈവം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞിടാൻ ആളിത് പോരാ, നാളിത് പോരാ, പലപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ എത്ര സ്നേഹം, കരുതൽ, അവിശ്വസ്തത. അതിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും നിൽക്കുകയാണ്. വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ ദീർഘനാളുകളായി കർത്താവ് അനുഗ്രഹീതമായ രീതിയിൽ ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം കരുണ കാണിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. ദൈവത്തിന്റെ വിനയപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അനേകരെ അനുഗ്രഹിക്കപ്പെടുന്നു, അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നു. അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ കൗൺസിലിംഗ് കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. ഒരു വിഷയം നിങ്ങൾ വിളിച്ച് പെട്ടെന്ന് കിട്ടിയില്ലേ തന്നെ നിരാശപ്പെടരുത്. വീണ്ടും വിളിക്കാം. ഈവൻ അതർവൈസ് ഒരു മിസ് കോളെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറുപടി കൊടുക്കത്തക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്പം താമസിച്ചാലും തിരികെ വിളിക്കും. ഞാൻ ഒരു കൂടെ കാര്യം കൂടെ ഓർപ്പിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, നിങ്ങൾ വരും ദിവസങ്ങളിൽ നോർമലി വിളിച്ചു കിട്ടിയില്ലേ വാട്സാപ്പിൽ വിളിക്കാൻ ശ്രമിക്കണം. അതായത് 828183 52 തുടങ്ങുന്ന ആ നമ്പറിൽ വാട്സാപ്പിൽ വിളിച്ചാൽ നേരം ആ കോളുകൾ കിട്ടാൻ ഇടയാകും. നിങ്ങളെ തിരിച്ചു വിളിക്കും. ദൈവം നടത്തട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവത്തിന് നീതിയുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് വിശ്വസതയിൽ ആശ്രയിച്ച് വീണ്ടും ദൈവത്തിനായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് ആലോചന ചോദിക്കാം, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് സമയഭേദം കൂടാതെ അടുത്ത് വരാൻ തരുന്ന എല്ലാ പദവിക്കായി ഇതുവരെ നടത്തിയല്ലോ നന്ദി. സംഭവകരമായ ലോകത്ത് നീ ഞങ്ങളെ താങ്ങുന്നല്ലോ. വേറെ ആഗ്രഹമില്ല കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ കൂടെ നിന്റെ നാമം മഹത്വപ്പെടാൻ ഇടയാക്കണം. എന്നെ ഈ മിനിറ്റ്സിൽ മണിക്കൂറുകളെ ഈ മിനിറ്റുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം തന്ന്, ശക്തി തന്ന്, ബുദ്ധി തന്ന, ദൈവിക ജ്ഞാനത്തോടെ പരിശുദ്ധാത്മശക്തി ദൈവത്തിനെ വിളിച്ച് പറയാനുള്ള ഇവന് വരം തരണേ. അപ്പൊ കൂടെ ഇരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. വചനം കേൾക്കുന്നവരുടെ പരിശുദ്ധാത്മാ പരിവർത്തി നിത്യതയ്ക്ക് മുതൽ കൂട്ടായി തീരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വകരമായ വചനത്തിന്റെ മേഖലയിൽ ചിന്തിക്കുകയാണല്ലോ. വചനം ദൈവം തന്റെ മക്കളെ ഹൃദയത്തിന്റെ മേഖലയിൽ പരിശോധിക്കുന്ന പല മേഖലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയത്തിന്റെ പ്രാധാന്യം വിവിധ മേഖലകളിൽ നാം ചിന്തിച്ചു വരികയാണ്. ഇന്ന് അത് ഒരു വേറൊരു വേദവചനം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രേരണ തന്നതൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് 73 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. Psalms 73 and verse 1. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ക്ലീൻ ഹാർട്ട്, പ്യുവർ ഹാർട്ട്, നിർമ്മല ഹൃദയം. അവിടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആരാ പറഞ്ഞത്? സങ്കീർത്തനക്കാരനായ ആസാഫാണ് ഇതിലെ പറഞ്ഞിരിക്കുന്ന വിഷയം. എന്താ? ഇപ്പൊ ദൈവം തന്റെ സൃഷ്ടിയെ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഹൃദയം അതെങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. അതിലായിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷം, പ്രസാദം. ഇല്ലെങ്കിൽ പ്രയാസകരമാണ്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് തുടർന്ന് ചില കാര്യങ്ങൾ ഇപ്പൊ പറയുക. അപ്പൊ അങ്ങനെ പാലിക്കപ്പെട്ടാലുള്ള ഗുണം എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ള അവയവങ്ങളെ പോലെ തന്നെ ഈ ഹൃദയത്തിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ മണിക്കൂറുകൾ ഓർമ്മിപ്പിച്ചു. അപ്പൊ അതിന്റെ പ്ലാൻ എന്നാ? ഈവൻ അതർവൈസ് ഈവൻ മറ്റുള്ള അവയവങ്ങൾക്കും ഇതിനുമൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ആസാബിന്റെ ജീവചരിത്രത്തോടുള്ള ബന്ധത്തിൽ അല്ലെ ജീവിതാനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ചില സത്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ആസാബ് പറയാ, ദൈവം നല്ലവനാ. നമ്മൾ പാടാറുണ്ടല്ലേ, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തൻ മക്കൾക്കെന്നും എന്നും പരിചയ ഒരു കർത്താവ്. അല്ലേ? ദൈവം നല്ലവനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാ അല്ലേ? ആണല്ലോ. അല്ല, ഇവിടെ ആസാബ് ഒരു പടി ഇവിടെ കടന്ന് പറയുക എന്തുവാ? ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിശ്ചയം, ഒരു നിശ്ചയം ഉറപ്പ് അതിന്റെ മേൽ കൊടുക്കുക. ആർക്കാ? നിർമ്മല ഹൃദയമുള്ളവർ. നിശ്ചയത്തോടെ പറയും,
പക്ഷേ നിർമ്മല ഹൃദയം ഉള്ളവരായിരിക്കണം കേട്ടോ. ഹാവിങ് ദ ക്ലീൻ ഹാർട്ട്, നിർമ്മല ഹൃദയം. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ആസാഫ്. പക്ഷേ ഒരു വലിയ വൈദ്യനയുടെ നടുവിൽ ആണ് ആസാഫ് ഇത് പ്രസ്താവിക്കുന്നത്. അല്ല ഒക്കെ ആയിരിക്കുമ്പോൾ അല്ല പറഞ്ഞു. വളരെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ആ 71 സങ്കീർത്തനം വായിക്കുമ്പം 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഇടറിപ്പോയി. ഐ വാസ് അബൌട്ട് ടു ഫോൾ, വീഴാൻ തുടങ്ങിയത്, ഇടറിപ്പോയി. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നടത്തുന്നത്. എന്താ കാരണം? കാലുകൾ വഴുതാൻ കാരണം എന്നാ? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. Having seen the wicked prospering every day, and I am suffering severely. അവരെല്ലാം, ദുഷ്ടന്മാരെല്ലാം വർദ്ധിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചൊക്കെ ജീവിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഇങ്ങനെ ആ ചിന്ത. 13ാം വാക്യം വരുമ്പോൾ ഇങ്ങനെ, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് എൻ്റെ കൈകളെ കുറ്റമില്ലായി കഴിയതും വ്യർത്ഥം അത്രേ. അതാ ഞാൻ പറഞ്ഞൊരു പ്രശ്നത്തിന്റെ നടുവിലാണ്. ദുഷ്ടന്മാരെ നോക്കിയപ്പോൾ അവർക്കൊരു വേദനയില്ല, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നവർ മരത്തിരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. ഡംബവർക്ക് മാലയായിരിക്കും, ബലാൽക്കാരൻ വസ്ത്രം പോലെ ചുറ്റിയിരിക്കുന്നവരുടെ കണ്ണുകൾ പുഷ്ടികൊണ്ടു നിൽക്കുന്നവർ ഹൃദയത്തിന് നിരൂപണം കവിഞ്ഞൊരുന്നു, അത് പരിഹസിച്ച് ദുഷ്ടതയോടെ സംസാരിക്കുന്നു. എന്തെന്നെല്ലാം കാര്യങ്ങളാ പറയുന്നത്. ഉന്നത ഭാവത്തോടെ ഒത്തിരി കാര്യം. ഇതെല്ലാം ചെയ്തിട്ട് ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല, അവർക്കെല്ലാം നന്നായിരിക്കുന്നെന്ന ആസാഫിന്റെ കാഴ്ച. സോ ദാറ്റ് മെയ്ഡ് ഹിം കൺഫ്യൂഷൻ. അത് ഒരു ഹൃദയത്തിലെ ചിന്തകളെ കലക്കി ഭാരമായി. എന്താ, ഞാൻ എന്തിനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും ഇല്ലയോ? എൻ്റെ പ്രാർത്ഥനയൊന്നും, ഇത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം അല്ലേ? വലിയ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിഷയമായി, അനേകരെ ബാധിക്കുന്നു. ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാത്തവർക്കൊക്കെ ഒരു കുഴപ്പമില്ല അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? വിസ്തരിക്കുന്നില്ല, സമയം അനുവദിക്കാത്ത ഒരു കാര്യം പറയാം. ആസാഫ് എന്ത് ചെയ്തു? ഹി വെന്റ് ടു ദ സാങ്ച്വറി. 17 ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അപ്പൊ ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്നപ്പോൾ ആസാഫിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ഗോഡ് ഗേവ് ഹിം എ റെവലേഷൻ. എന്താ റെവലേഷൻ? വെളിപ്പാട് എന്നാ? ദൈവം കൊടുത്ത വെളിപ്പാട് എന്നാന്നറിയാം? നിശ്ചയമായി എന്ന് അത് വായിച്ചു വരുമ്പോൾ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം കൊടുത്ത. 23-20 വരുമ്പോൾ 24 വരുമ്പോൾ ദൈവം തന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നൊരു വലിയ വെളിപ്പാട് കൊടുത്തു. അപ്പൊ മനസ്സിലായി, ദൈവം വലം കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ടാണ് കാലുകൾ ഇടറിയിട്ട് വീഴാതിരുന്നത്. കിട്ടിയോ? സ്തോത്രം. വേറെ വലിയ സത്യമാണ്. വീണുപോയോ, തീർന്നു പോയോ എന്നൊക്കെ ചിന്തിക്കും. ഇല്ല, വീഴാതെ നിൽക്കാൻ അവൻ്റെ വലം കൈക്ക് പിടിക്കുന്ന ദൈവം. 1, 2, 3 യാമങ്ങൾ കടന്നു പോയെന്നിരിക്കാം, പക്ഷെ 4ാം യാമത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്ന ദൈവം. ഈ മണിക്കൂറുകളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഭാരപ്പെട്ട് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ടോ? ജീവിത പ്രതിസന്ധികളുടെ, വേദനകളുടെ, കഷ്ടങ്ങളുടെ നടുവിൽ, ഈവൻ രോഗാവസ്ഥയിൽ, ധൈര്യത്തോട് പറയട്ടെ, കാറ്റ് വലം കൈക്ക് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. നിലംപരിചാകാൻ സമ്മതിക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. അവിടെ വിശ്വസിക്കണം, സ്തോത്രം ചെയ്യണം, സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ആസാഫ് ചിന്തിച്ച് അവരുടെ അന്തം എന്താവും? അതാ 17ാം വാക്യം അവസാനത്തിലേക്ക് വരുമ്പോൾ, നിശ്ചയമായി നീ ആ ദുഷ്ടന്മാരെ വഴുവഴുപ്പിൽ നിന്ന്, സ്ലിപ്പറി പ്ലേസ്, ഏത് സമയത്തും അവർ വീഴാൻ അതുപോലുള്ള ഉറപ്പേ ഉള്ളവർക്ക്. മറ്റുള്ളവന്റെ നന്മയൊന്നും കണ്ട് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വിധി എഴുതണ്ട കേട്ടോ. നീ ദൈവത്തോട് പറ്റിയിരുന്നു, ദൈവം നിന്നെ വീണുപോകാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തപ്പെട്ടെ. ഹല്ലേലൂയ. കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയം വെച്ച് പരമാർത്ഥതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച ആസാഫിന് ദൈവം ഒരു നല്ല മറുപടി കൊടുത്തു. ആസാഫിന് മാത്രമല്ല, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം നിന്റെ ജീവിതത്തിൽ നല്ല മറുപടി തരും. പേടിക്കല്ലേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. എന്നാൽ പിന്നെയും ഞാൻ ഓർപ്പിക്കുന്ന ആർക്കാന്നറിയാമോ? നിർമ്മല ഹൃദയമുള്ളവർക്ക്. അത് ശ്രദ്ധിച്ചോണം. ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹൃദയം നിർമ്മലമായിരിക്കും, പ്യുവർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം കേട്ടോ.
ഹൃദയം നന്നായിരിക്കട്ടെ, വിശുദ്ധമായിരിക്കട്ടെ. ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നന്മ വെളിപ്പെടാൻ താമസിക്കത്തില്ല. ഒരു കടിയോടെ പറയട്ടെ, ആ നന്മ വെളിപ്പെടാറായി. വെളിപ്പെടും, ധൈര്യത്തോടെ പറയാം. പരമാർത്ഥയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവേദനയും ദൈവം കൈവിടത്തില്ല. ആകയാൽ ദൈവസന്നിധി വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നന്മ വെളിപ്പെടുന്ന നാൾ വിദൂരമല്ല. ദൈവത്തിന് സ്തോത്രം. സംശയിക്കണ്ട, നിശ്ചയമായി നല്ലവനായ കർത്താവ് നന്മ തന്ന് മാനിക്കുന്ന ദൈവമാണ്. അവനെ സഹായിക്കും. സ്തോത്രം. നിർമ്മല ഹൃദയം ഓർത്തിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ്, നിശ്ചയം. അവിടെ പറയട്ടെ. ഒന്നാമത്. രണ്ടാമത് നമ്മൾ വായിച്ചു വരുമ്പോൾ നിർമ്മലമായ കൈയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസ് 24:4 സങ്കീർത്തനം 4 ഭാഗം. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. നിർമ്മല ഹൃദയം പോലെ കൈയും നിർമ്മലമായിരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? കൈ കൊണ്ടാണ് എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്. കൈക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്, അല്ലേ? കൈയില്ലെങ്കിൽ പോയില്ലേ? അപ്പം ഈ കൈ മറ്റുള്ളവർക്ക് അനുഗ്രഹം, അത് താങ്ങുന്ന കൈ ആയിരിക്കും. വീഴുന്നവനെ താങ്ങുന്ന കൈ. മനസ്സിലായോ? തട്ടുന്ന കൈ ആകരുത്, താങ്ങുന്ന കൈ ആയിരിക്കും. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവനെ താങ്ങാൻ കഴിയുന്ന കൈ ഉപദ്രവിക്കാനും ദോഷം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം, കേട്ടോ. പക്ഷെ ഒരു കാര്യം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22:14 പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ ഇരിക്കുമോ? കൈ കൊണ്ട് എന്തും ചെയ്യും. ഇപ്പൊ ആരോഗ്യമുള്ള കൈയല്ലേ, എന്തും ചെയ്യാം, ആരെ ഉപദ്രവിക്കാം, ഇതെല്ലാം വേല വെക്കാം. കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. ആ ന്യായാസനത്തിനും നിൽക്കേണ്ട ഒരു ദിവസം വരും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. കൈകൾ വിശുദ്ധമല്ലെങ്കിൽ ഒരിക്കൽ ദൈവസന്നിധി ചെല്ലുമ്പോൾ നിന്റെ കൈകൾ വിറയ്ക്കും, കേട്ടോ. കാലുകളും വിറയ്ക്കും, നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ കറക്ഷന് വേണ്ടി ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്. ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അതിനിടയാകരുതേ. എന്നെ സ്നേഹത്തോടെ പറയട്ടെ, അനുഗ്രഹം പ്രാപിക്കേണ്ട കൈ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്ന കൈയായി തീരരുത്. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. പിന്നെ എന്ത് ചെയ്യണം? കൂപ്പുന്ന കൈ, പ്രാർത്ഥിക്കുന്ന കൈ വിശുദ്ധിയുള്ളതായിരിക്കണം, നിർമ്മലതയുള്ളതായിരിക്കും. ആ മേഖലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമോ? വന്നുപോയ തെറ്റുകളൊന്ന് ഏറ്റു പറയാനൊരു സമയം എടുക്കുമോ? ദൈവമേ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിവേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. മുന്നോട്ട് വരുമ്പോൾ മൂന്നാമത് നമുക്ക് നിർമ്മല ശരീരം. റോമാലേഖനം 12:1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. എൻ്റെ അടുത്ത വാക്യം കൂടെ വായിക്കുന്നത് വളരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീനെന്നൂടെ അത് രേഖപ്പെടുത്തി. ഇവിടെ ഒന്നാമത്തെ കാര്യം, ശരീരം വിശുദ്ധമായിരിക്കും. ശരീരത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ ചിന്ത, കണ്ണ്, നോട്ടം, ചെവി എല്ലാം വിശുദ്ധമായിരിക്കും. ഇപ്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി വരുന്ന സകല ചിന്തകളെയും ബോധങ്ങളെയും ഒക്കെ ദൈവാത്മാവിൽ ജയിച്ച് മുന്നോട്ടണമെങ്കിൽ ഇതെല്ലാം ദൈവിക യാഗപീഠത്തിൽ കൊണ്ടുവയ്ക്കണം. ഈ യാഗം അതാ ഇവിടെ വായിച്ചത്, ജീവനുള്ള യാഗം. പഴയ നിയമത്തിൽ യാഗം ഉണ്ടായിരുന്നു, നമുക്കറിയാം. യാഗപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചെല്ലാം ദഹിപ്പിക്കുന്നു. പുതിയ നിയമത്തിലെ യാഗം ശരീരത്തെയാണ് യാഗം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ച ഒത്തിരി തിന്മകളുള്ള ശരീരവും മനസ്സും ചിന്തയൊക്കെ. അപ്പൊ യാഗപീഠത്തിൽ കൊണ്ടുവച്ച് അതെല്ലാം അങ്ങ് ചാകാനായിട്ട് വെന്തു കൊടുക്കാൻ അനുവദിക്കണം. ജീവനോടെ വെക്കുക. ഉണ്ടോ? അവിടുന്ന് ജീവിച്ചെഴുന്നേറ്റുന്ന മതി. ആരാധനയ്ക്ക് ആലയത്തിൽ കടന്നു വരുമ്പോൾ അല്ല, ജീവന്റെ ഏത് മേഖലകളും നീ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ളതിനെയൊക്കെ യാഗപീഠത്തിൽ വെക്കണം. ആ നിർമ്മല ശരീരമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവെ കടാക്ഷിക്കണേ.
ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം എന്ന് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ഒരു അശുദ്ധിയും പറ്റരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. കൊരിന്ത്യർ 6:19 മനസ്സിലായോ? അയാളിനൊരു ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നുകൂടെ പറഞ്ഞിരിക്കും. ദൈവകൃപയുള്ളവരായി നിർമ്മല ഹൃദയത്തിന് നിർമ്മല ശരീരമുള്ളവർ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരങ്ങളെ ഏൽപ്പിക്കും. ഇത് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എങ്ങനെ യേശുവിന്റെ രക്തത്താലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച കൈകളായി തീരണം. അങ്ങനെയുള്ള കൈകളായി ദൈവം മുമ്പാകെ കൂപ്പാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ശരീരമായിരിക്കട്ടെ. നമ്മുടെ ശരീരം മുമ്പേ കൈകളെ കൂപ്പുന്ന കാര്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ഈ ശരീരം മുഴുവനായി ദൈവസന്നിധി വിനയപ്പെട്ടേ ഈ യാഗപീഠത്തെ വയ്ക്കാൻ കഴിയട്ടെ. ദൈവമേ സ്തോത്രം. ശരീരം വിശുദ്ധമായിരിക്കണം. വിശുദ്ധിയുള്ള അനുഭവത്തിൽ ജീവിക്കണം. അശുദ്ധി പറ്റാം. ഒരു അശുദ്ധി പേർ പറകു പോലും വരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ വിസ്തരിക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കണം അതിനകത്ത്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന അതൊന്നും ഒരു പ്രാവശ്യം പോലും ദൈവം പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പാനിടയാകണം. നമ്മുടെ എന്തെങ്കിലും തിന്മ കൊണ്ട് സഫക്കേഷനുള്ള ഒരു റൂമിൽ നമുക്ക് ഇരിക്കാൻ നോക്കും. ഇല്ലല്ല, നമ്മൾ ഇറങ്ങിപ്പോകത്തില്ലേ? ദൈവഹിതമല്ലാത്ത ജീവിതത്തിൽ വന്നാൽ അവിടെ പരിശുദ്ധാത്മാവിന് സഫക്കേഷൻ ഉണ്ട്, അവിടെ ഇരിക്കത്തില്ല. അതിനിടയാകരുത്. ബി കെയർഫുൾ. അതുകൊണ്ട് സൂക്ഷിക്കാനിടയാകട്ടെ. ദൈവത്തിന്. എബ്രായ ലേഖനം 13:4 വരുമ്പോൾ അടുത്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവാണെന്നറിയാമോ? വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലം. അവൻ കിടക്ക നിർമ്മലം, നിർമ്മലമായ കിടക്ക. എന്തുവാ? വാട്ട് ഈസ് ഇറ്റ്? വിവാഹം ഒരു മാന്യമായ കാര്യമല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ഒരുക്കത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കല്യാണം, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ നമ്മൾ അത്രയും കാര്യം ഗൗരവമായി ചെയ്യുന്നു. കാരണം ദൈവ വ്യവസ്ഥയാണ്. മനുഷ്യനെ എങ്ങനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് അവന് കൂട്ടിച്ചേർത്ത് ദൈവം അല്ലേ? രണ്ട് വ്യക്തികൾ കൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. ഒരു കുടുംബം, ഒരു പുതിയ കുടുംബം, അതോടൊപ്പം തന്നെ ഒരു പുതിയ തലമുറയും ദൈവം ഇതെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. അങ്ങനെ ലക്ഷ്യമിട്ട ദൈവം കാര്യങ്ങളെ ഡിസൈൻ ചെയ്തതും നാം ഇന്ന് വിവാഹം നടത്തുന്നതും നടത്തി കൊടുക്കുന്നതും ഒക്കെ. It's the beginning of a new stage of life. ജീവിതത്തിന്റെ വേറൊരു സ്റ്റേജ്, ഒരു പുതിയ മേഖലയാണ് എന്ന് പറയുമ്പോൾ സാധാരണ വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവം ഇതിനകത്തുണ്ട്. അതറിയാമല്ലോ. ഒരു പുതിയ തലമാണ്. എന്താ? ആകാൽ അവർ രണ്ടല്ല, അവർ ഒരു ദേഹം, ഒരു ദേഹമായി തീരുക. ഇതൊരു വലിയ മിസ്റ്ററി അല്ലേ? ഒരു വലിയ മർമ്മം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മർമ്മം അല്ലേ? എന്ന് വെച്ചാൽ ഗോഡ് ഈസ് പെർമിറ്റിംഗ്, rather granting permission for a male and female to stay together. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും, ഒരു ആണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന മേഖലയാണ് വിവാഹം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊടുക്കുക മാത്രമല്ല, അങ്ങനെ ആയി കഴിയുമ്പോൾ God allow them to join together, enjoying ജീവിതത്തിന്റെ സന്തോഷങ്ങൾ, ഇൻക്ലൂഡിങ് ദ സെക്സ് ലൈഫ്. ഇതെല്ലാം അതിനകത്തുണ്ട്. ബാഹ്യമായി അന്ന് വരെ പ്രൊഹിബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ വിവാഹത്തിന്റെ മണ്ഡലങ്ങളിലായി കഴിയുമ്പോൾ അതിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുക, ഇല്ലയോ? അല്ലെങ്കിൽ അത് പാപമാണ്, അല്ലാത്തൊക്കെ വലിയ പാപമാണ്, നമുക്കറിയാം. പക്ഷെ അതിന്റെ ഒരു മേഖലയിലേക്ക് അതങ്ങനെ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക. പക്ഷെ ഇത് മാന്യതയോടെ സൂക്ഷിക്കണം. വിവാഹം മാന്യം കിടക്ക നിർമ്മലം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന വലിയൊരു സത്യമാണ്. ഇതിനകത്ത് വിശുദ്ധി പാലിക്കണമെന്നാണ് ഓർപ്പിക്കുന്നത്. വിവാഹ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ വിശുദ്ധി. പക്ഷെ ഇന്ന് വളരെ ഒന്ന് ശാന്തമായി പരിശോധിച്ച് ആകെപ്പാട് അകിടം മറിയല്ലേ?
What is happening today? Extramarital sex. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികത. കല്യാണം കഴിച്ചവര് ജീവിക്കേണ്ട മണ്ഡലം ദൈവം പറഞ്ഞപ്പോൾ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലുതായി കാര്യങ്ങൾ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഇല്ലേ? ഒരു പുതിയ കൾച്ചറിലേക്ക് നീങ്ങിയ ലോകത്തിന്റെ വിവിധ രാജ്യം, അമേരിക്ക, യൂറോപ്പ്, ഇംഗ്ലണ്ട്, മുഴുവൻ രാജ്യങ്ങളിലൊക്കെ ഒരു പുതിയ കൾച്ചർ. എന്താ? ലിവിങ് ടുഗദർ. കല്യാണം കഴിച്ചില്ലേനും വേണ്ടില്ല, ഒന്നിച്ച് ജീവിക്കാം. എന്താ 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 ലൈറ്റ് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പല കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക അപകടമാണ്. ദൈവത്തിന് മുമ്പാകെ, ദൈവവചനത്തിന് മുമ്പാകെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആർക്കും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എന്തുമാകാൻ രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമുണ്ട്, താല്പര്യമാണെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ രാജ്യത്തും അതിൻ്റെതായ നിയമങ്ങൾക്ക് വന്നുകൂടിയല്ലോ അപകടകരമായ വേദപുസ്തക ഭാഷയിൽ. ഗോഡ് ഹാസ് ടു ഇന്റർവീൻ. ദൈവം പ്രവർത്തിക്കട്ടെ. പക്ഷെ നമ്മളോട് ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ ആലോചന വിവാഹം മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. പ്രീ മാരിറ്റൽ സെക്സ് ഓർ എക്സ്ട്രാ മാരിറ്റൽ സെക്സ് ഇതൊന്നും ദൈവം അനുവദിച്ചിട്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളുടെ വഴി അതിരിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ ദൈവം ഇടയാക്കട്ടെ. ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം ചെയ്ത എല്ലാവരും ഒരു നിമിഷം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകട്ടെ. അടുത്തത് സെഫന്യാ 3:9 വേഗത്തിൽ വായിക്കട്ടെ. അവിടെ അപ്പോൾ ഞാൻ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള ആദരങ്ങളെ വരുത്തും. Then I will purify their lips. അവരുടെ ആദരങ്ങളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ഹൃദയത്തിന്റെ വിശുദ്ധി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആദരങ്ങളുടെ വിശുദ്ധി കേട്ടോ. കാരണം അതിൽ നിന്നാണ് വാക്കുകൾ പുറപ്പെടുന്നത്. കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതാണ്. പുറപ്പെടാവുന്നതുകൊണ്ട് പുറപ്പെടാൻ കഴിയാത്തതുകൊണ്ട്, പക്ഷെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം ഇല്ലേ? അതിന് ദൈവം അതുകൊണ്ട് 39 സങ്കീർത്തനം ഞാൻ എൻ്റെ നാവിന് എൻ്റെ വായിക്ക് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. അത്രയും സൃഷ്ടിക്കേണ്ട വിഷയമാണ്. എന്തും വിളിച്ച് പറയാനൊക്കത്തില്ല. ആദരം ശുദ്ധമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നായിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അനുഗ്രഹത്തിന് കാരണം, അപ്പോൾ തന്നെ ശാപത്തിനും കാരണമാകാം. പുറപ്പെടാൻ പാടില്ലാത്തത് ഒക്കെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ കരുണ ചെയ്യണേ. അപ്പൊ വായിന്ന് വരുന്ന വാക്കുകള് അനുഗ്രഹത്തിന് കാരണമാകുന്നവനെ ഇടർച്ചയ്ക്കും ഭിന്നിപ്പിനും കോപത്തിനും ഒക്കെ കാരണമായി തീരാം. അനേകരുടെ വാക്കുകൾ എത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനേക ബന്ധങ്ങളെ തകർത്തില്ലേ? കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടില്ലേ? കേവലം വാക്കുകളാണ് കേട്ടോ. ചില വാക്കുകൾ ഇനാര് പറഞ്ഞു 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 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി തീരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാണാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ആദരത്തെ സൂക്ഷിക്കണം. എറിഞ്ഞ കല്ലും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചു പിടിക്കാനൊക്കത്തില്ലെന്നാ. സോ കെയർഫുൾ അബൌട്ട് യുവർ ലിപ്സ്. ആദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിന് ഹിതകരമില്ലാത്തതായി തീരെ ഇടവരല്ലേ എന്ന് ഞാൻ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ ദൈവസന്നിധി നമുക്ക് ഓർക്കാനുള്ളത്? അവിടെ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യം. നമ്മുടെ ശക്തി കൊണ്ട് ഒരു പരിധിവരെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, ഐ വിൽ പ്യൂരിഫൈ ദെയർ ലൈഫ്. ഞാൻ അവരുടെ ആദരങ്ങളെ ശുദ്ധീകരിക്കണം. ആദരങ്ങളെ ശുദ്ധീകരിക്കണേ വിനയപ്പെടുത്തി ഏൽപ്പിക്കണം കേട്ടോ. വഴിയെ പോകുന്നവരെ എല്ലാം ആദരം ദൈവം ശുദ്ധീകരിക്കത്തില്ല. ദൈവം പ്രത്യേകതയുള്ളവനാ. തൻ്റെ അടുക്കൽ വരുന്നവനെ താൻ കൈവിടത്തില്ല. എന്നോട് അടുത്ത് വരും, ഞാൻ നിങ്ങളോട് അടുത്ത് വരും. ഒന്ന് പരിശോധിക്കുമോ? വാക്കുകൾ മറ്റാർക്കെങ്കിലും പ്രയാസം വരുത്തിയിട്ടുണ്ടോ? ചിന്തകൾ, വായിന്നുള്ള വാക്കുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ വളരെ മണിക്കൂർ എടുത്ത് പ്രസംഗിക്കേണ്ട ഒരു വിഷയമായി. ശാന്തമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിർമ്മല ഹൃദയമുള്ളവരായി, നിങ്ങൾ നല്ല കൈയുള്ളവരായി, ആമേൻ, ദൈവത്തിന് സ്തോത്രം, കിടക്ക നിർമ്മലമായി വളരെ ശ്രദ്ധിക്കണം. അത് നിർമ്മല ആമേൻ ആദരത്തിന്റെ ഉടമകളായി ജീവിത വഴികളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കർത്താവെ ദൈവം ന്യായം വിധിക്കുന്ന ഒന്നും ദൈവഹിതമല്ലാത്ത ഒന്നും ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വരാതെ വല്ല വിധേയനും മറ്റുള്ളവർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുമ്പോൾ തെറ്റ് വന്നവരെ ഒരു മിനിറ്റ് ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണതിന് ഉപേക്ഷിക്കണം. പുതിയ ജീവിതത്തിൽ ആഗ്രഹിച്ച് ഏൽപ്പിക്കുകയും ചെയ്യണം. അല്ലാത്തവർ ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. കർത്താവെ എന്നെ ഒന്ന് സഹായിച്ച് ശുദ്ധീകരിക്കണമേ. എത്ര നിർമ്മലമായിരിക്കുന്നു ദൈവം. ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. നല്ലവനായ ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കാൻ നിർമ്മല ഹൃദയമുള്ളവരായി മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീ കേൾക്കുന്ന മനോഹരമായ വചനങ്ങൾക്കായി സ്തോത്രം. മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് കരുതലുള്ള ദൈവമേ സ്തോത്രം. ഈ ഭൂമിയിൽ നീ മനുഷ്യനെ ആക്കിയപ്പോൾ
അവൻ ശുദ്ധിയുള്ളവനായി വിശുദ്ധിയോടെ നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കണം എന്നാഗ്രഹിച്ച്. പക്ഷേ പലപ്പോഴും പിശാച മണ്ഡലങ്ങളെ തകർത്ത് കളഞ്ഞ മേഖലകളാണല്ലോ. ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ട് കർത്താവെ ജീവിതം ക്രമപ്പെടുത്തി നിർമ്മല ഹൃദയമുള്ളവരായി, നിർമ്മല കൈയുള്ളവരായി, നിർമ്മല ആദരമുള്ളവരായി, കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. അല്ല, വിവാഹ ജീവിതത്തിന്റെ മണ്ഡലങ്ങളും കർത്താവെ ഹാലേലൂയ വിശുദ്ധി പാലിച്ചുകൊണ്ട് കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കാൻ എല്ലാവർക്കും സഹായിക്കണേ. അത് തിരിച്ച് ന്യായവിധിക്കും കുറ്റത്തിനുമായി തീരാനിടവരല്ലേ എന്ന് പ്രവചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. തിരുകൃപ കൂടെ ഇരിക്കണം, നന്മകളാൽ നിറയ്ക്കണം. നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠ മഹത്വകരമായ നാമത്തിന്റെ ശക്തി ദേശത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. സ്വർഗം മഹത്വം എടുക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.